സർവീസ് ഷോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സംശയമാണ് ഈ ഗ്രാറ്റുവിറ്റി എന്താണ്, ഗ്രാറ്റുവിറ്റി കിട്ടുമോ ഇല്ലേ. എല്ലാവർക്കും അറിയാം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പലർക്കും അറിയാം. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ, ധാരാളം സംശയങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ NBS പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും എന്നോട് പറയാനും നമുക്ക് പരസ്പരം സംസാരിക്കാനും ഒക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ സർവീസ് ഹബ്ബ് എന്നാണ്. അതിൻ്റെ നമ്പർ ഇതിനകത്ത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന, ഈ വീഡിയോ തന്നെ ഫ്രണ്ടിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ അവിടെയും നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് സർക്കാർ ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നുള്ളത്. ഇപ്പോൾ DA കിട്ടുമോ, പെൻഷൻ കിട്ടുമോ, അല്ല കൂട്ടുമോ, അല്ലെങ്കിൽ പിന്നെ പെൻഷൻ പ്രായം കൂട്ടുമോ, ശമ്പളം, ഇതൊക്കെ സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ കൂടെയാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മെസ്സേജുകൾ ഇടുന്നതും വോയിസ് ഇടുന്നതും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരം കിട്ടുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് പോകും. അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോൾ ഇപ്പോൾ അവസാനം പിടിച്ച ആൾ വരുമെന്ന് അറിഞ്ഞോ? അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്താണ്, എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ആർക്കൊക്കെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത്. 1972 ഇന്ത്യയിൽ ഒരു നിയമം വന്നു. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നൊരു ആക്ട് വന്നു. ഒറ്റ തുക എന്ന് പറയാം. നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഒറ്റ തുക, ഒരു പ്രാവശ്യം കൊടുക്കുന്ന തുക എന്ന് പറയാം. ഇത് സർവീസ് റിവാർഡാണ്. ഇതൊരു ഒരു റൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും കൊടുക്കുന്നു. പിന്നെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അതുകൊണ്ടാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കാത്ത ഒരുപാട് സമയം. ഇപ്പം അംഗനവാടിക്കാർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല. അത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഗുജറാത്തിൽ കൊടുക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. അപ്പം പാർലമെന്റിലൊക്കെ വന്ന വിഷയമാണ്. വലിയ രാജ്യത്ത് അംഗനവാടികളുടെ ഗ്രാറ്റുവിറ്റി രാജ്യത്ത് വലിയ ചർച്ചയാണ്. അപ്പോൾ പക്ഷേ എങ്കിലും ഈ ഒരു സംവിധാനമുണ്ട്. പക്ഷേ മറ്റു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അംഗനവാടിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്നുള്ള വാദമൊക്കെ ഉണ്ട്. എന്നാൽ പോലും കൊടുക്കണം, അവർ അർഹരാണ്. കാരണം പ്രൈവറ്റ് ആയാലും സർക്കാരായാലും ദീർഘകാലം 5 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അതാണ് നിയമം. പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് അംഗനവാടിക്കാരി കാര്യത്തിൽ നടപ്പിലാവുന്നില്ല. അതുപോലുള്ള സ്കീമിലുള്ളവർ നടപ്പിലാവുന്നില്ല. ഞാൻ അല്ലാത്ത ആളുകളുടെ പറയട്ടെ, റെഗുലർ ആയിട്ടുള്ള സർവീസ് ഉണ്ടായിരിക്കണം പേ സ്കെയിലിൽ. അതാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാം. പക്ഷേ സ്ഥിരമായിട്ടുള്ള സർവീസ് ഉണ്ടായിരിക്കണം 5 വർഷമെങ്കിലും. റിട്ടയർമെന്റ്, ഒന്നുകിൽ റിട്ടയർമെന്റ് സമയമാകണം, അല്ലെങ്കിൽ റെസിഗ്നേഷൻ നടത്തണം. റെസിഗ്നേഷൻ ചെയ്താലും കൊടുക്കും. സൂപ്പർ ആനുവേഷൻ നടന്നു കഴിഞ്ഞാൽ കൊടുക്കും. അതായത് റിട്ടയർമെന്റ് തന്നെയാണ്. പിന്നെ VRS എടുത്തു കഴിഞ്ഞാൽ കൊടുക്കും. ഡിസേബിൾമെന്റ്, അത് 5 വർഷം ആവശ്യമില്ല. ഡിസേബിൾ ആണെങ്കിൽ 5 വർഷം ആവശ്യമില്ല. മരണമാണെങ്കിലും 5 വർഷം ആവശ്യമില്ല. കേരള സർവീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഇത് കിട്ടുക. NBS കാർക്കും കിട്ടും, ഓൾഡ് പെൻഷൻകാർക്കും കിട്ടും. മാക്സിമം ലിമിറ്റ് 20 ലക്ഷം രൂപ ഒന്ന് പറയുന്നുണ്ട്. നോംസ് ജനറലി ഫോളോ. സാധാരണയായിട്ട് 20 ലക്ഷം രൂപ പറയും. സെൻട്രൽ ഗവൺമെന്റിലും ആ ഒരു 20 ലക്ഷമാണ് പറയുന്നത്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ 10 ലക്ഷമാണ് പറയുന്നിരിക്കുന്നത്. മാക്സിമം ഗ്രാറ്റുവിറ്റി 20 ലക്ഷത്തിലേക്ക് പോകുന്ന കഥ പറയും. ഇത് കണക്കാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഒരു വളരെ രസകരമായ കാര്യം. ബേസിക് പേ പ്ലസ് സർവീസ് ഇയേഴ്സ് ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 26 എന്നൊരു ഫോർമുല വച്ചിട്ടുണ്ട്. അതായത് പിന്നെ ലാസ്റ്റ് വാങ്ങിച്ച ബേസിക് പേ എത്താണ്, ലാസ്റ്റ് വർഷം വാങ്ങിച്ചിട്ട് പേയും DAയും കൂടി ചേർത്തിട്ടൊരു എമൗണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ലാസ്റ്റ് മാസത്തെ ശമ്പളം കണക്കാക്കിക്കോളൂ. ഇൻറ്റു പിന്നെ സർവീസ് ഇയേഴ്സ്, എത്ര വർഷം സർവീസ് ചെയ്തു. ഒരാൾ 20 വർഷം, 15 വർഷം, 5 വർഷമാണ് മിനിമം. അത് മുതൽ എത്ര വർഷം സർവീസ് ചെയ്തു. ഇൻറ്റു 15 കൊണ്ട് ഗുണിക്കും, ഡിവൈഡഡ് ബൈ 26. ഇതൊരു ഫോർമുല ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് പിന്നെ ഒരു പറഞ്ഞ് വരുമ്പോൾ, റൗണ്ട് ചെയ്ത് വരുമ്പോൾ 6 മാസത്തിൽ കൂടുതലുള്ള കറക്റ്റൊക്കെ പൈസ വരും. അങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ അടുത്തതിലേക്ക് അത് റൗണ്ട് ചെയ്യും. കിട്ടാൻ അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു. റിട്ടയർമെൻ്റ് ആണ്, റെസിഗ്നേഷനോ ഡെത്തോ ഡിസേബിൾമെൻറ്റോ നിർബന്ധമായും നൽകേണ്ട പരമാവധി തുക 20 ലക്ഷമാണ്. പക്ഷേ ചില കേസിൽ കൂടുതൽ വരുന്ന കേസുകൾക്കുമുണ്ട്. ഇത് ടാക്സ് ഫ്രീ ആണ്, 100% ടാക്സ് ഫ്രീ ആണ്. പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു ഗ്രാറ്റുവിറ്റി ഡിലേ ഒരു നിയമവിരുദ്ധമാണ്. സാധാരണ അപ്പോൾ 30 ദിവസത്തിനകത്ത് കൊടുക്കണമെന്നാണ്. പക്ഷേ സർക്കാരിൽ ഒരുപാട് പേപ്പറുകളൊക്കെ ശരിയായി വരുമ്പോൾ 30 ദിവസത്തിനകത്തൊന്നും കൊടുക്കുന്ന കേസില്ല. പക്ഷേ സാധാരണ കേസിൽ ഒരു 30 ദിവസത്തിനകത്ത് കൊടുക്കണം. അതോ കൊടുത്തില്ലെങ്കിൽ 10% എംപ്ലോയർ ഇൻട്രസ്റ്റും കൊടുക്കണമെന്നാണ്. പക്ഷേ പല കേസിലും ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാറില്ല. ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 5 ഇയേഴ്സിൻ്റെ ആവശ്യമില്ല മരിക്കുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, 5 ഇയേഴ്സ് സർവീസ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ലീഗൽ ഹെയറിന്, അതിൻ്റെ നോമിനിക്കായിട്ടുള്ള ലീഗൽ ഹെയറിന് അത് കിട്ടും. അഡീഷണൽ ഇൻഷുറൻസ് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വളരെ രസകരമായ ഒരു രസമായിട്ടുള്ള ഒരു സർവീസ് ആനുകൂല്യമാണ്. എന്തായാലും ഈ നമ്മുടെ DA എന്ന് നമ്മുടെ എന്താണ് ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്തിലെ അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ അവിടെയുള്ള ആളുകൾ സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് അവരൊരു വിധി സമ്പാദിക്കുകയും ചെയ്തു, ഗ്രാറ്റുവിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ സുപ്രീം കോടതി വിധി ഗുജറാത്തിലും നടപ്പിലാക്കിയില്ല. അത് സീരിയസ് ആയിട്ട് അതിന് പകരം അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു. അവിടെയുള്ള ആളുകൾക്ക് ശമ്പളമല്ല, ഈ അലവൻസ് കൊടുക്കുന്ന തുകയുടെ തുക കൂട്ടിക്കൊടുത്തു.
കൺസോളിഡേറ്റഡ് പേ ആണ്, അതുകൊണ്ടാണ് ശമ്പളം എന്ന വാക്ക് ഞാൻ പറയാത്തത്. അപ്പോൾ അത് കൂട്ടിക്കൊടുത്തു, 24,800 21,000 ആക്കി മാറ്റി കൊടുത്തു. അപ്പോൾ ഗ്രാറ്റുവിറ്റി അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയിൽ അത് കേസ് കിടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കിട്ടുന്ന തുകയാണിത്. ഇത് റിട്ടയർമെൻറ്റ് സമയത്താണ് കിട്ടുന്നത്. ഇത് കണക്കാക്കുന്നുള്ള ഫോർമുല ഞാൻ പറഞ്ഞു, ബേസിക് പേ പ്ലസ് DA, അതൊരു തുകയെടുക്കും ഇൻറ്റു 15/26 എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചാണ് കൊടുക്കുന്നത്. അത് കൃത്യമായി നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രൈവറ്റിൽ ഇത് പലയിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈവറ്റിൽ ഇപ്പോൾ പല കമ്പനികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഫാക്ടറികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഗ്രാറ്റുവിറ്റി കൊടുക്കാറുണ്ട്. എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരാൾ പെൻഷൻ പറ്റിയാൽ അദ്ദേഹത്തിന് ഒന്ന് അന്തസ്സായി ജീവിക്കാൻ, പിന്നെയുള്ള കാലം അന്തസ്സായി ജീവിക്കാൻ കൊടുക്കുന്ന ഒരൊറ്റ തുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഒരാളിന് കൊടുക്കുന്നത്. നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഒരാളിന് ബേസിക് പേ DA എല്ലാം കൂടെ ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ, 20 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 30,000 ഇൻറ്റു 15 അല്ല 30,000 ഇൻറ്റു 15/26 എന്ന് പറയുമ്പോൾ 3,46,000 എന്ന് പറയുമ്പോൾ 3.5 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഏതാണ് 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ 1 വർഷമായിട്ട് കണക്കാക്കും ഈ സർവീസ് ഇയർ. അപ്പോൾ അങ്ങനെ പല രൂപത്തിലാണിത്. 1 വർഷം 6 മാസത്തിൽ കുറവാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സർവീസ് പീരീഡ് കണക്കാക്കുമ്പോൾ 6 മാസത്തിൽ കുറവ് സർവീസ് ഉള്ളെങ്കിൽ ലാസ്റ്റ് ഇയർ കണക്കാക്കും. ഇപ്പോൾ 12 വർഷവും അല്ലെങ്കിൽ 20 വർഷവും 6 മാസം കൂടെ ഉണ്ട് സർവീസ് എന്നെങ്കിൽ 6 മാസം കളയും. 7 മാസം ഉണ്ടെങ്കിൽ അത് അടുത്ത 21 വർഷമായിട്ട് കണക്കാക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. സർക്കാരിൻ്റെ ടാക്സ് റൂൾ 40 അനുസരിച്ച് ഇത് ടാക്സ് ഇല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു NBS ജീവനക്കാർക്ക് ഇത് ലഭിക്കുമോ? ജീവനക്കാരൻ മരിച്ചു പോകുന്ന കേസിൽ 5 വർഷത്തെ ആവശ്യമില്ല, എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇത് സർക്കാരിലേക്ക് കണക്കൂട്ടി കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെൻഷൻ പറ്റുമ്പോൾ നമ്മൾ കണക്കൂട്ടി വാങ്ങുന്ന ഒരു തുകയാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് സർക്കാർ സർവീസ് വളരെ അട്രാക്റ്റീവായ ഒരു പോസ്റ്റ് വരുന്നത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് ഒരു പെൻഷൻ പറ്റുന്നവരുടെ ഒരു ജോലി സെക്യൂരിറ്റി ഉണ്ട്. അസുഖം വന്നാലും എന്ത് വന്നാലും ജോലി സേഫാണ്. രണ്ടാമത് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി, പിന്നെ പെൻഷൻ സമയത്ത് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, ഇതെല്ലാം, പിന്നെ പെൻഷൻ കിട്ടും, പക്കാ സർക്കാർ ഉദ്യോഗസ്ഥരാണ് പെൻഷൻ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സർക്കാരിന് ഉദ്യോഗസ്ഥർക്ക് വലിയ സന്തോഷം വരുന്നത്. പക്ഷേ പ്രൈവറ്റ് മേഖലകളിൽ പലപ്പോഴും ഗ്രാറ്റുവിറ്റി കൊടുക്കാറില്ല. അംഗനവാടി പോലുള്ള മേഖലകളിൽ വലിയ തർക്കവും കേസും ഒക്കെ നടക്കുന്നു. പക്ഷേ പക്കാ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റുവിറ്റി കിട്ടും. ഇതൊരു ഒറ്റത്തുക എന്നുള്ള നിലയിൽ ഇത് ഗൗരവമായി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള ചർച്ചകളും സംവിധാനങ്ങളും ആവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നും ജീവനക്കാരോടൊപ്പം.